നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രണവ് മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ലൊക്കേഷനിലായിട്ട് നമ്മൾ പോകുന്നത്. ഇത് പാലക്കാട് ജില്ലയിൽ മുതലമടയിലെ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ദിലീപിൻ്റെ വെട്ടം എന്ന് പറയുന്ന സിനിമ, പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത വെട്ടം എന്ന് പറയുന്ന സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ. പൊള്ളി റെയിൽവേ സ്റ്റേഷനാണ്, വലിയൊരു ആലുമരമൊക്കെ ഉള്ളത്. കൂടുതൽ പറയുന്നില്ല, നമ്മൾ നേരെ പോയിട്ട് നമുക്കിത് കാണാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു ഏരിയ കണ്ട് ഒരു കുഞ്ഞു റോഡാണ്. കുഞ്ഞു റോഡിൻ്റെ ചുറ്റും മരങ്ങളാണ്, കാണാൻ നല്ല പൊളി വൈബാണ്. പാലക്കാട് ജില്ലയിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ കേട്ടോ. നല്ലൊരു പൊളി സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്, ട്രാക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ പ്രണവും മോഹൻലാലിൻ്റെ ആദ്യം ഒരു ട്രെയിൻ വരില്ലേ, ഫസ്റ്റ് ടൈം ഒരു ട്രെയിൻ ഇൻട്രോ കാണിക്കുന്നത് ഇവിടെയാണ്. അതിനുശേഷം നമ്മുടെ പ്രണവ് മോഹൻലാൽ ആ ട്രെയിനിലേക്ക് ഓടി കയറുന്നൊരു സീനുണ്ട്, അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെട്ടം എന്ന് പറയുന്ന സിനിമയിൽ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത നമ്മുടെ ദിലീപ് അഭിനയിച്ച വെട്ടം എന്ന് പറയുന്ന സിനിമ, അതിൽ നമ്മുടെ ദിലീപും നായികയും കൂടി ട്രെയിനിൽ പോകുമ്പോൾ ചാടി ഇറങ്ങുന്നൊരു രംഗമുണ്ടല്ലോ, ദിലീപ് ചാടി ഇറങ്ങുന്ന രംഗവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മുതലമട ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് ഒത്തിരി ആൽമരങ്ങളുണ്ട്, ഈ രണ്ട് സൈഡ് റെയിൽവേ ട്രാക്ക് ഉണ്ട്, അതിന് നടുക്ക് ഒത്തിരി ആൽമരങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ കാമൻ പീസ്ഫുൾ ഏരിയയാണ്. കാരണം വെച്ചാൽ ഇവിടെ ബഹളങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളേ ഇല്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും കൂടി ഡയറക്റ്റ് ചെയ്ത സിനിമകളുണ്ടല്ലോ, അതായത് നമ്മുടെ ശ്രീനിവാസൻ സ്ക്രീൻ പ്ലേ ചെയ്തതും സത്യൻ അന്തിക്കാട് ഡയറക്റ്റ് ചെയ്ത പഴയ ഒത്തിരി സിനിമകളിൽ പാലക്കാട് ജില്ലയായിരിക്കും മെയിൻ ലൊക്കേഷനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ അത് നമ്മുടെ ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പാലക്കാടാണ്. അതുകൊണ്ടാണ് എല്ലാ ഡയറക്ടേഴ്സും ഇപ്പോൾ അച്ഛനായാലും മകനായാലും തലമുറകൾ കഴിഞ്ഞാലും നമ്മുടെ പാലക്കാട് ജില്ലയെ ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകളുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് സിനിമ ലൊക്കേഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ചൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം എനിക്ക് അറിയുന്നത്. ഇവിടുത്തെ ഒരാൾ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ മേഘം എന്ന് പറഞ്ഞ മമ്മൂട്ടിൻ്റെ സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ മോഹൻലാലിൻ്റെ യാത്രാമൊഴിയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഏറ്റവും അവസാനം എടുത്തതെന്ന് വെച്ചാൽ ജോ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ, അതും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്നെ പേഴ്സണലി 2-3 ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നും നിനക്ക് ഒരേ ഷർട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഷർട്ടൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഫിറോസ് ചുട്ടിപ്പാറ ആരാണെന്ന്. അദ്ദേഹം എന്നും ഒരേ ഒരു ടീഷർട്ട് ഇട്ടിട്ടാണ് ആൾ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷനും മാറാറില്ല, സെയിം ലൊക്കേഷൻ, സെയിം ചുവന്ന ടീഷർട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിച്ചു പോട്ടെ. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ.